ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. വാട്സാപ്പിൽ വലിയ മാറ്റത്തിനൊരുങ്ങി മെറ്റ. സ്റ്റാറ്റസുകളിലും ചാനലുകളിലും പരസ്യങ്ങൾ കൊണ്ടുവരാനും പരസ്യമില്ലാത്ത ഉപയോഗത്തിനായി പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ അവതരിപ്പിക്കാനും കമ്പനി പദ്ധതിയിടുന്നു. വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് പുതിയ മാറ്റങ്ങൾ ഒരുങ്ങുന്നു. ഫ്രീയായി ഉപയോഗിച്ചു വന്ന സ്റ്റാറ്റസുകളിലും ചാനലുകളിലും ഇനി പരസ്യങ്ങൾ ഉൾപ്പെടുത്താനാണ് മെറ്റയുടെ പദ്ധതി. ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾക്കിടയിൽ കാണുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ് വാട്സാപ്പ് സ്റ്റാറ്റസുകൾക്കിടയിലും ഉൾപ്പെടുത്താൻ കമ്പനി ആലോചിക്കുന്നത്. ഇതോടെ വാട്സാപ്പിന്റെ നിലവിലെ സിമ്പിൾ അനുഭവത്തിൽ മാറ്റം വരുമെന്ന ആശങ്ക ഉപയോക്താക്കളിൽ ഉയരുന്നുണ്ട്. എന്നാൽ വ്യക്തിഗത ചാറ്റുകളിൽ പരസ്യങ്ങൾ ഉണ്ടാകില്ലെന്ന് മെറ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്റ്റാറ്റസ്, ചാനലുകൾ എന്നീ വിഭാഗങ്ങളിൽ മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുക. പരസ്യങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി പുതിയൊരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ സംവിധാനവും വാട്സാപ്പ് അവതരിപ്പിക്കാനാണ് സാധ്യത. മാസവരുമാനം അടച്ച് പ്രീമിയം മെമ്പർഷിപ്പ് എടുത്താൽ പരസ്യമില്ലാതെ വാട്സാപ്പ് ഉപയോഗിക്കാനാകും. ഇതോടൊപ്പം സബ്സ്ക്രൈബർമാർക്ക് ചില പ്രത്യേക ഫീച്ചറുകളും ലഭിച്ചേക്കും. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വഴി വലിയ പരസ്യ വരുമാനം നേടുന്ന മെറ്റയ്ക്ക് വാട്സാപ്പിൽ നിന്ന് വലിയ ലാഭം ലഭിക്കുന്നില്ല എന്നതാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. ബിസിനസ് അക്കൗണ്ടുകൾ ഒഴികെ സാധാരണ ഉപയോക്താക്കളിൽ നിന്ന് വരുമാനം കണ്ടെത്താനാണ് കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചില രാജ്യങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വാട്സാപ്പിൽ പരസ്യങ്ങൾ വരുന്നതോടെ ഉപയോക്താക്കൾ അതെങ്ങനെ സ്വീകരിക്കുമെന്നത് ശ്രദ്ധേയമാണ്. പരസ്യങ്ങൾ സഹിച്ച് ഫ്രീയായി തുടരണമോ അല്ലെങ്കിൽ പണം നൽകി പരസ്യമില്ലാത്ത അനുഭവം തെരഞ്ഞെടുക്കണമോ എന്ന തീരുമാനമാണ് ഇനി ഉപയോക്താക്കൾക്ക് മുന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മിഡ് പ്രീമിയം സ്മാർട്ട് ഫോൺ സെഗ്മെന്റിൽ മത്സരം ശക്തമാക്കാൻ വിവോ V70 സീരീസ് ഇന്ത്യയിൽ എത്താനൊരുങ്ങുന്നു. V17 എലൈറ്റ് മോഡലുകൾ ഫെബ്രുവരിയിൽ തന്നെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്റ്റാൻഡേർഡ് വിവോ V70 പാഷൻ റെഡ്, ലെമൺ യെല്ലോ നിറങ്ങളിലായിരിക്കും എത്തുക. അതേസമയം വിവോ V70 എലൈറ്റ് ഈ കളർ ഓപ്ഷനുകളോടൊപ്പം ഒരു ബ്ലാക്ക് വേരിയന്റിലും ലഭ്യമാകുമെന്നാണ് സൂചന. രൂപകൽപ്പനയിൽ ഇരുപ്രാവശ്യവും ഏകദേശം സമാനമായ ഡിസൈൻ പ്രതീക്ഷിക്കപ്പെടുന്നു. ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണവും മുൻവശത്ത് പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഡിസൈനും ഫോണുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. രണ്ട് മോഡലുകൾക്കും 6.59 ഇഞ്ച് FHD+ AMO LED ഡിസ്പ്ലേ ലഭിക്കുമെന്ന് കരുതുന്നു. ക്വാൽകോം ചിപ്സെറ്റാണ് വിവോ V70 സീരീസിന് കരുത്തേക്കുന്നത്. സ്റ്റാൻഡേർഡ് മോഡലിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 പ്രോസസർ ഉണ്ടാകുമെന്നും എലൈറ്റ് വേരിയന്റിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്സെറ്റ് ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ക്യാമറ വിഭാഗത്തിൽ രണ്ട് ഫോണുകൾക്കും 50 MB പ്രൈമറി റിയർ ക്യാമറയോടൊപ്പം 8 MB അൾട്രാ വൈഡ് ലെൻസും 50 MB ടെലിഫോട്ടോ ലെൻസും ഉൾപ്പെടും എന്നാണ് പ്രതീക്ഷ. സെൽഫികളും വീഡിയോ കോളുകൾക്കുമായി 50 MB ഫ്രണ്ട് ക്യാമറയും ഉണ്ടായേക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ വിവോ V70 മോഡലിന് 6320 mAh ബാറ്ററിയും V70 എലൈറ്റിന് 6500 mAh ബാറ്ററിയും ലഭിക്കാനാണ് സാധ്യത. ഇന്ത്യൻ വിപണിയിൽ ഈ സീരീസിന്റെ വില ഏകദേശം 55,000 രൂപയാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 3 വർഷങ്ങൾക്ക് ശേഷം റെനോ ഡസ്റ്റർ ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. പുതിയ 3ാം തലമുറ ഡസ്റ്റർ 2026 മാർച്ചിൽ ലോഞ്ച് ചെയ്യും. പ്രീ ബുക്കിംഗുകൾ ഇതിനകം ആരംഭിച്ചു. പുതിയ 3ാം തലമുറ റെനോ ഡസ്റ്റർ ഇന്ത്യയിൽ ഔദ്യോഗികമായി അരങ്ങേറ്റം കുറിച്ചു. 2026 മാർച്ചിൽ വിപണിയിലെത്തുന്നതിന് മുന്നോടിയായി 21,000 രൂപ ടോക്കൺ തുകയുടെ പ്രീ ബുക്കിംഗുകൾ ആരംഭിച്ചിട്ടുണ്ട്. 2022 ഇന്ത്യയിൽ നിന്നും ഡസ്റ്റർ നിർത്തലാക്കിയതിനു ശേഷം 3 വർഷങ്ങൾക്ക് ശേഷമാണ് ജനപ്രിയ SUV കൂടുതൽ ആധുനികവും വികസിതവുമായ രൂപത്തിൽ തിരിച്ചെത്തുന്നത്. യൂറോപ്പിൽ വിൽക്കുന്ന ഡാസിയ ഡസ്റ്ററിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പുതിയ ഡസ്റ്റർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യ സ്പൈക്ക് മോഡൽ പ്രത്യേകം ട്യൂൺ ചെയ്തിട്ടുണ്ട്. CMF-B പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്ന പുതിയ ഡസ്റ്റർ ആഗോള പതിപ്പിനോട് ഏറെക്കുറെ സമാനമാണെങ്കിലും വിപണിക്ക് അനുയോജ്യമായ ചില മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മസ്കുലർ ബോക്സി ലുക്ക് നിലനിർത്തുന്ന SUVയുടെ മുൻവശത്ത് റെനോയുടെ പുതിയ ലോഗോയോട് കൂടിയ സിഗ്നേച്ചർ ഗ്രിൽ, Y ആകൃതിയിലുള്ള ഐബ്രോ ഡിസൈനുള്ള LED, DRLകളോടുള്ള പുതിയതായി രൂപകൽപ്പന ചെയ്ത LED ഹെഡ് ലാമ്പുകൾ, പിക്സൽ ഡിസൈൻ ഫോഗ് ലാമ്പുകൾ, സിൽവർ സറൗണ്ടുള്ള സ്പോർട്ടി ബമ്പർ എന്നിവയാണ് ശ്രദ്ധേയമായത്. ബോൾഡ് സൈഡ് ക്രീസുകൾ, വീൽ ആർച്ചുകൾക്ക് മുകളിലെ വലിയ കറുത്ത ക്ലാഡിംഗ്, വലുതായ അലോയ് വീലുകൾ, C-പില്ലർ ഘടിപ്പിച്ച പിൻഡോർ ഹാൻഡിലുകൾ, ഫംഗ്ഷണൽ ബ്ലാക്ക് റൂഫ് റെയിലുകൾ എന്നിവ SUVയുടെ കരുത്തുറ്റ സ്വഭാവം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു. പിന്നിൽ കണക്റ്റഡ് LED ടെയിൽ ലാമ്പുകൾ, സിൽവർ സറൗണ്ടുള്ള കറുത്ത ബമ്പർ, റിയർ വൈപ്പർ വാഷർ സംവിധാനം, റൂഫ് മൗണ്ടഡ് സ്പോയിലർ എന്നിവയും പുതിയ ഡസ്റ്ററിന് ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.